ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3-ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ 3-ാമത്തെ പാഠമാണ്. ജലവും മണ്ണും എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല ഇനി പരിസര പഠനത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേ, പാഠം തുടങ്ങുമ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഒരുപാട് കുട്ടികൾ കളിക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുട്ടിപ്പാട്ടുമുണ്ട് ഇല്ലേ. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി, പെട്ടെന്നയ്യ ചെറുമഴ ചാറി, മാനമിരുണ്ടു വെള്ളിടി പാറി, കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി, ചെറുമഴ പുതുമഴ കലപില മേളം, ആ മഴ പിന്നെ പെരുമഴയായി, പെരുമഴ മാറി കാർമുകിൽ നീങ്ങി, മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു, കുട്ടൻ കൂട്ടുകാർക്കൊപ്പം കൂടി ആർത്തു തിമിർത്തു തകതിമിതോം. അപ്പോൾ എന്താണ്, ആ മഴ പെയ്യുന്നൊരു സന്ദർഭത്തെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്. കുട്ടനും അതുപോലെ അവൻ്റെ കൂട്ടുകാരും കൂടെ കളിക്കുകയായിരുന്നു. ആ സമയത്തൊരു മഴ പെയ്യുന്നു. ചെറിയ മഴയായിട്ടാണ് തുടങ്ങിയത്, പിന്നീട് അതെന്തായി, പെരുമഴയായി, നല്ല മഴയായി. അപ്പോൾ അവർ വീട്ടിലേക്ക് പോയി. പിന്നെ മഴ തോർന്നപ്പോൾ അവർ വീണ്ടും കളിക്കാനിറങ്ങി അല്ലേ. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നോക്കിക്കേ. അതിലെ ചിത്രത്തിലുള്ള മരം പറയുന്നത്, മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ മരത്തിനുള്ളിലെ തത്ത പറയുന്നു, ഞാനീ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, പക്ഷേ നല്ല തണുപ്പ്. പിന്നെയോ ഇവിടെയുള്ളൊരു ചെടി പറയുന്നത് നോക്കിക്കേ, മണ്ണു നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും. അപ്പോൾ മഴ നമ്മളുടെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. മഴ കൊണ്ടുള്ള ഓരോ ജീവജാലങ്ങൾക്കുള്ള ഉപകാരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? മണ്ണ് നനയും, പുഴയും കുളവും കിണറുമെല്ലാം നിറയും. പിന്നെയോ മരങ്ങളിൽ പുതിയ ഇലകൾ വരും, മരങ്ങളിലും ചെടികളിലും എല്ലാം പുതിയ ഇലകൾ വരും. മണ്ണിൽ പുതിയ പുല്ലുകൾ മുളയ്ക്കും, കൂണ് മുളയ്ക്കും. ഇതെല്ലാം അതുപോലെ തണുപ്പ് കൂടും അല്ലേ. ഇതെല്ലാം മഴ കൊണ്ടുള്ള മാറ്റങ്ങളാണ്. നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇല്ല അല്ലേ. ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? നമ്മുടെ പ്രദേശത്ത് ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലൊക്കെയാണ് മഴ ലഭിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ, തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ്. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളന്നിട്ടുണ്ടായിരിക്കും അല്ലേ. മഴ അളക്കാൻ കഴിയുമോ? കഴിയും. മുറ്റത്ത് വച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ? സാധിക്കും. മഴ അളക്കാനുള്ള ഒരു ഉപകരണമാണ് മഴമാപിനി. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപിനി. ഇതെങ്ങനെ നിർമ്മിക്കാം? നമുക്ക് നോക്കാം. മഴമാപിനി നിർമ്മിക്കാനുള്ള ആവശ്യമായ സാധനങ്ങളാണിത്. ഒരു ചില്ലുകുപ്പി, ഫണൽ അഥവാ ചോർപ്പ്, പിന്നെ സ്കെയില്. നിർമ്മിക്കുന്ന വിധം എങ്ങനെയാണ്? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയില് ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ച് വയ്ക്കുക. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വയ്ക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. ഇങ്ങനെയാണ് നമ്മൾ വളരെ ലളിതമായ രീതിയിൽ മഴ അളക്കുന്ന ഉപകരണമായ മഴമാപിനി നിർമ്മിക്കുന്നത്. നിങ്ങളിതുപോലെ നിർമ്മിച്ചു നോക്കൂ. കൂട്ടുകാരൊന്നിച്ച് മഴമാപിനി നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴയളവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ പൂർത്തിയാക്കൂ. നിങ്ങളെന്ത് ചെയ്യണം, ഒരാഴ്ച സ്കൂളിൽ ഇതുപോലെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു മഴമാപിനി നിർമ്മിച്ചിട്ട് തിങ്കളാഴ്ച എത്ര ലഭിക്കുന്നു, ചൊവ്വാഴ്ച എത്ര ലഭിക്കുന്നു, ബുധനാഴ്ച എത്ര ലഭിക്കുന്നു എന്ന് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണ്? അതുപോലെ ഏറ്റവും കുറവ് ലഭിച്ചത് ഏത് ദിവസമാണ്? തീരെ മഴ ലഭിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം അതിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എനിക്കും ഒരു മഴമാപിനി. ഇനി നിങ്ങൾ സ്കൂളിൽ നിർമ്മിച്ചതുപോലെ തന്നെ ഒരു മഴമാപിനി നിങ്ങളുടെ വീട്ടിലും തയ്യാറാക്കുക. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി അതിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും വേണം. മഴവെള്ളം എവിടേക്ക്? മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്?
നമുക്കറിയാം മണ്ണിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ, അതായത് ഭൂമിയിലേക്കാണ് മഴവെള്ളം പോകുന്നത്. നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. നോക്കിക്കേ, ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. പിന്നെ നോക്കിക്കേ, എങ്ങനെയാണ് പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, സൂചി എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. ചിത്രം 2 വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം 1 പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്യിക്കൂ. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? ആ വെള്ളം മണ്ണിലേക്ക് താഴുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ. ചിത്രവും വരച്ചു ചേർക്കൂ. നമ്മളിതുപോലെ ഒരു മണ്ണെടുത്തിട്ട്, പ്ലാസ്റ്റിക് പാത്രത്തിൽ മണ്ണെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മഴവെള്ളം, ഈ വെള്ളം മണ്ണിലേക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജലസ്രോതസ്സുകൾ. എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ മറ്റൊരു കുട്ടി പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുഴൽക്കിണറാണ്, അതിലെത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ കുട്ടി പറയുന്നതോ, തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നതെന്ന് എഴുതൂ. നമുക്ക് ജലം ലഭിക്കാൻ ഒരുപാട് സ്രോതസ്സുകളുണ്ട് അല്ലേ. കിണറുണ്ട്, കുഴൽക്കിണറുണ്ട്, കുളമുണ്ട്, പുഴയുണ്ട്, അരുവിയുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടനവധി ജലസ്രോതസ്സുകൾ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാം. ഇതിൽ നിങ്ങളുടെ വീട്ടിൽ ഏതാണുള്ളതെന്ന് എഴുതി കൊടുക്കണേ. സുരംഗയും കേണിയും. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിലെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗകൾ ഉള്ളത്. കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്ന അത്ര ആഴമേ കേണികൾക്കുണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജലസ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് സുരംഗയും കേണിയും കൂടെ എന്താണ്, ജലസ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല എന്നുള്ളൂ. സുരംഗ എവിടെയാണ്? കാസർഗോഡും അതുപോലെ തമിഴ്നാട് ജില്ല, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണുള്ളത്. പിന്നെ കേണി ആദിവാസികളുടെ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കിണറാണ് കേണി എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ചിത്രങ്ങൾ നിങ്ങൾ കണ്ടോ? ജീവജലം. ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? എന്തിനെല്ലാമാണ് മക്കളെ? കുടിക്കാൻ, കുളിക്കാൻ, പിന്നെയോ ചില ജീവികൾ ജലത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ജീവിക്കാൻ അല്ലെങ്കിൽ വാസസ്ഥലമായി, നമ്മുടെ മീനൊക്കെ അതിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ വാസസ്ഥലമായിട്ട്, പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് അല്ലേ, ഇതിനെല്ലാം ഇവർ ജലം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കത് ഈ പട്ടികയിൽ എഴുതി നോക്കാം. ആദ്യം മീന് ജലം കൊണ്ടുള്ള ആവശ്യം എന്താണ്? ജീവിക്കാൻ അല്ലെ, താമസ സ്ഥലത്തിന്. ആന വെള്ളം കുടിക്കാൻ, അതുപോലെ കുളിക്കാൻ. മാന് അതുപോലെ തന്നെ കുടിക്കാനും കുളിക്കാനും. പിന്നെ കടുവയുണ്ട്, കടുവ കുടിക്കാൻ. പിന്നെ കൊക്ക് എന്തിനാണ്? കുടിക്കാൻ, അതുപോലെ തന്നെ ജലജീവികളെ ഭക്ഷിക്കാൻ അല്ലേ. പിന്നെ ഇതിലൊരു കുരങ്ങനെ നമുക്ക് കാണാം. കുരങ്ങനും ഇതുപോലെ തന്നെ കുടിക്കാൻ, കുളിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? നമ്മളിതുപോലെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കാൻ, കുളിക്കാൻ, വസ്ത്രം അലക്കാൻ, പിന്നെ കൃഷി ആവശ്യത്തിന്, പിന്നെ ചെടികൾ നനയ്ക്കാൻ, പിന്നെയോ കാലികളെ കഴുകാൻ, പിന്നെ പാത്രങ്ങൾ കഴുകാൻ, പിന്നെ നമ്മുടെ വാഹനങ്ങൾ കഴുകാൻ, ഫാക്ടറി ആവശ്യത്തിന്, ഇതിനെല്ലാം നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. ഇനി ഈ ചിത്രം നിരീക്ഷിക്കൂ. ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? ചർച്ച ചെയ്ത് എഴുതൂ. ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മക്കളെ വരൾച്ച അനുഭവപ്പെടും അല്ലേ. അപ്പോൾ നമുക്ക് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതുപോലെ കുളിക്കാൻ ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, കൃഷികളൊക്കെ നശിക്കും, പിന്നെ ഫാക്ടറികളെല്ലാം അടച്ചു പൂട്ടേണ്ടി വരും. പിന്നെയോ നമുക്ക് കാലികളെ കുളിപ്പിക്കാൻ പറ്റില്ല, പാത്രം കഴുകാൻ പറ്റില്ല, വസ്ത്രങ്ങൾ അലക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ജന്തുക്കളെല്ലാം കുടിക്കാൻ വെള്ളം കിട്ടാതെ ചത്തു തുടങ്ങും ഇല്ലേ. നമ്മളും അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ നമുക്കും മരണം വരെ സംഭവിക്കാവുന്നതാണ്. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പത്ര കട്ടിങ് തന്നിട്ടുണ്ട്. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ. അപ്പോൾ ഇത്ര വെള്ളം നമ്മൾ വെറുതെ ദിവസേന നിത്യേന പാഴാക്കി കളയുന്നുണ്ടെന്ന് ഓർക്കണം. ഇതുപോലെയൊക്കെ പൈപ്പ്, പൊതുസ്ഥലങ്ങളിലെ പൈപ്പുകളും മറ്റും പഞ്ചായത്ത് പൈപ്പുകളും മറ്റുമൊക്കെ പൊട്ടുമ്പോൾ എത്ര വെള്ളമാണല്ലേ പോകുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ പാഴാക്കാൻ പാടുണ്ടോ? ഇല്ല. വെള്ളം പാഴാക്കിയാൽ നമുക്ക് അടുത്ത കാലത്തേക്കുള്ള വെള്ളം ആണ് ഇല്ലാതെയാവുന്നത്. അത് നമ്മളെ വളരെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ജലം പാഴാകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി എഴുതൂ. പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും പൈപ്പ് വെറുതെ തുറന്നിടുന്നത്, ചെടികൾ നനയ്ക്കുമ്പോൾ ആവശ്യത്തിലേറെ വെള്ളം ഉപയോഗിക്കുന്നത്,
ടാങ്ക് നിറഞ്ഞ ഉടനെ മോട്ടോർ ഓഫാക്കാതിരിക്കുമ്പോൾ. ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? ടാപ്പുകൾ അനാവശ്യമായി തുറന്നിടരുത്. ടാങ്ക് നിറഞ്ഞ ഉടനെ തന്നെ മോട്ടോർ ഓഫാക്കുക. അതുപോലെ ചെടികൾ നനയ്ക്കാൻ വെള്ളം മിതമായി ഉപയോഗിക്കുക. പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും മറ്റും നിശ്ചിത അളവിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ജലം പാഴാകുന്നത് തടയാനായിട്ട് സാധിക്കും. ജലശുദ്ധീകരണം. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. കലക്കവെള്ളത്തെ തെളിനീരാക്കാം. 3 ചിരട്ടകൾ എടുത്ത് ഓരോന്നിലും ദ്വാരമിടുക. ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക. ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായി നിറയ്ക്കുക. ഒരു ഗ്ലാസ്സിന് മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. ഇനി മുകളിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിച്ചു നോക്കൂ. ആദ്യത്തേതിൽ നമ്മൾ ആ ചരലിൽ കലങ്ങിയ വെള്ളം ഒഴിക്കുക. മണലിലേക്കെത്തും. മണലിൽ നിന്ന് ചിരട്ടക്കരിയിലേക്കെത്തും. അവസാനം ഗ്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും? വെള്ളം തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതേ രീതി ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികളിൽ നമ്മൾ ജലം അരിച്ചെടുക്കുന്നത്. സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. പൊതുജലവിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ്. മണ്ണിൻ്റെ പ്രാധാന്യം. മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം എന്നൊരു മുള്ളൻ പന്നി പറയുന്നു. ഇനി വിത്ത് പറയുന്നത് നോക്കൂ. മണ്ണിലായിരുന്ന ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു. ഞാൻ എന്നും മണ്ണിൽ തന്നെ എന്ന് മണ്ണിര പറയുന്നു. മണ്ണുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? മണ്ണ് പല ജീവികളുടെയും വാസസ്ഥലമാണ്. അതുപോലെ ചില ജീവികൾ മണ്ണുകൊണ്ട് മാളങ്ങളും വീടുകളും ഉണ്ടാക്കുന്നു. സസ്യങ്ങൾക്ക് വളരണമെങ്കിൽ മണ്ണ് ആവശ്യമാണ്. ഇനി നമുക്ക് കൃഷിക്ക് മണ്ണ് വേണം. അതുപോലെ ചെടികൾ വളർത്താൻ മണ്ണ് വേണം. പിന്നെയോ വീടും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനെങ്കിൽ മണ്ണ് വേണം. അല്ലേ, ഇങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾക്ക് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമുണ്ട്. രൂപങ്ങൾ നിർമ്മിക്കാം. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടല്ലോ. നമുക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ കളിമൺ രൂപങ്ങളുടെ പ്രദർശനം നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ സംഘടിപ്പിക്കുകയും വേണം കേട്ടോ. രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നല്ല കറുത്ത മണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ പശയുള്ള മണ്ണാണ് അല്ലേ. നിറം, തരികളുടെ വലിപ്പം എന്നിവ പരിശോധിക്കൂ. എന്താണ് നിറം? നമ്മൾ പറഞ്ഞു, കറുത്ത നിറമായിരിക്കും. തരികളുടെ വലിപ്പം ചെറുതായിരിക്കും. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ? അല്ല. സ്കൂൾ മുറ്റം, മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് നിരീക്ഷിച്ച് നോക്കൂ. ശേഖരിച്ച സ്ഥലവും മണ്ണിൻ്റെ നിറവും അതിൻ്റെ പ്രത്യേകതകളും ഈ ടേബിളിൽ എഴുതി കൊടുക്കണം. ആദ്യത്തേത് സ്കൂൾ ഗ്രൗണ്ട്. മണ്ണിൻ്റെ നിറം ചുവപ്പ്. പ്രത്യേകതകൾ എന്താണ്? തരികൾ നിറഞ്ഞ മണ്ണ്, ചരൽ, കല്ല് എന്നിവ കൂടുതൽ. രണ്ടാമത്തേത് വീട്ടുമുറ്റം. മണ്ണിൻ്റെ നിറം ചുവപ്പ്. പ്രത്യേകതകൾ: തരികൾ കുറവായ മണ്ണ്, കല്ല്, ചരൽ എന്നിവ കുറവ്. ഇനി ശേഖരിച്ച സ്ഥലം പാടം. മണ്ണിൻ്റെ നിറം കാപ്പി. പ്രത്യേകതകൾ: വഴുവഴുപ്പുള്ളതും കുഴഞ്ഞതുമായ മണ്ണ്, തരികൾ കുറവ്. അടുത്തതായിട്ട് ഉദ്യാനത്തിലെ മണ്ണ്. മണ്ണിൻ്റെ നിറം കാപ്പി. പ്രത്യേകതകൾ: തരികൾ കുറവ്, വഴുവഴുപ്പുള്ള മണ്ണ്. നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ളതാണോ? അല്ല അല്ലേ. തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. കണ്ടെത്തലുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ ഈ പ്രത്യേകതകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മണ്ണിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തരികളിൽ വ്യത്യാസമുണ്ട്. മണ്ണിലടങ്ങിയിട്ടുള്ള കല്ല്, ചരൽ തുടങ്ങിയവയിൽ വ്യത്യാസമുണ്ട്. മണ്ണിൻ്റെ വഴുവഴുപ്പിൽ പശമയുള്ള മണ്ണാണ് ചിലത് പശമയില്ലാത്ത മണ്ണാണ്. അപ്പോൾ അതിലും വ്യത്യാസങ്ങളുണ്ട്. മണ്ണിൻ്റെ കഥ. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ. മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഭൗമോപരിതലത്തിൽ കാണുന്ന ഏറ്റവും മുകളിലത്തെ പാളിയാണ് മണ്ണ്. വിവിധ പദാർത്ഥങ്ങളുടെ സങ്കീർണമായ മിശ്രണമാണിത്. പൊടിഞ്ഞ പാറകളും ജലാംശവും ഇതിൽ കാണപ്പെടുന്നു.
ഭൂസമാന ഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന സിലിക്കേറ്റ് സംയുക്തങ്ങളെ ശേഖരത്തെയും മണ്ണ് എന്ന് വിളിക്കുന്നു. മണ്ണ് ഭൂമി അല്ലെങ്കിൽ അഴുക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ജൈവവസ്തുക്കൾ, ധാതുക്കൾ, വാതകങ്ങൾ, ദ്രാവകങ്ങൾ, സസ്യങ്ങൾ, മണ്ണ് ജീവികൾ എന്നിവയുടെ ജീവിതത്തെ ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന ജീവികൾ എന്നിവയുടെ മിശ്രിതമാണ് മണ്ണ്. മണ്ണിൽ ധാതുക്കളും ജൈവപദാർത്ഥങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ മണ്ണിനെ ഖരം, ദ്രാവകം, വാതകം എന്നിവയുടെ ത്രിതല സംവിധാനമായാണ് കണക്കാക്കുന്നത്. പല ഘടകങ്ങളുടെയും ഒരു ഉൽപ്പന്നമാണ് മണ്ണ്. കാലാവസ്ഥയുടെ സ്വാധീനവും അതുമായി ബന്ധപ്പെട്ട മണ്ണൊലിപ്പിനൊപ്പം കാലാവസ്ഥയും ഉൾപ്പെടുന്ന നിരവധി ഭൗതിക രാസജൈവ പ്രക്രിയകൾ വഴി മണ്ണ് തുടർച്ചയായി വികസനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സങ്കീർണതയും ശക്തമായ ആന്തരിക ബന്ധവും കണക്കിലെടുത്ത് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മണ്ണിനെ ഒരു ആവാസ വ്യവസ്ഥയായി കണക്കാക്കുന്നു. ചെടികളുടെ വളർച്ചയ്ക്കുള്ള മാധ്യമമായും ജലസംഭരണം, വിതരണം, ശുദ്ധീകരണം എന്നിവയുടെ ഉപാധിയായും ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു മോഡിഫയറായും ജീവികളുടെ ആവാസ കേന്ദ്രമായുമെല്ലാം മണ്ണ് വർത്തിക്കുന്നു. അപ്പോൾ മണ്ണിനെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ എഴുതി തന്നിട്ടുള്ളത്. കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. എങ്കിലും മണ്ണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കിതെല്ലാം എഴുതി കൊടുക്കാവുന്നതാണ്. മണ്ണിനുള്ളിൽ എന്തെല്ലാം? മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം? എഴുതി നോക്കൂ. ഒരുപാട് ബാക്ടീരിയകളും വൈറസുകളും അണുക്കളും കുഴിയാന പോലെയുള്ള ഒട്ടനവധി ജീവികളും മണ്ണിൽ കഴിയുന്നുണ്ട് അല്ലേ? ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു? മണ്ണിര, പഴുതാര, കുഴിയാന തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ജീവികളെ നമുക്ക് കണ്ടെത്താനാവും. ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണം, ജലം, വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മണ്ണിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ? ഇതറിയുന്നതിനായി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. മണ്ണിലെ വായു. മണ്ണിൽ വായു ഉണ്ടോ? എങ്ങനെ കണ്ടെത്താം? ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് മൺകട്ടകൾ ഇടുക. എന്താണ് സംഭവിക്കുന്നത്? മൺകട്ടകൾ അലിഞ്ഞു പോകുന്നതായിട്ട് കാണാം. കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ. മണ്ണിലെ ജലാംശം. മണ്ണിൽ ജലാംശമുണ്ടോ? എങ്ങനെ കണ്ടെത്താം? ജൈവ വൈവിധ്യോദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക. അതായത് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള കുപ്പിയിലാക്കുക. കുപ്പി അടച്ച് വെയിലത്ത് വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കൂ. എന്തെല്ലാം മാറ്റങ്ങൾ കണ്ടെത്താനാവുന്നുണ്ട്? കുപ്പിയുടെ വശങ്ങളിൽ ചെറിയ ചെറിയ വെള്ളത്തുള്ളി നമുക്ക് കാണാം. ഇത് എങ്ങനെ വന്നു? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ. ഉദ്യാനത്തിലെ മണ്ണായതുകൊണ്ട് തന്നെ മണ്ണിനുള്ളിൽ വെള്ളമുണ്ടായിരിക്കും. ആ വെള്ളമാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ അംശമാണ് കുപ്പികളുടെ വശങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മണ്ണിലെ ജൈവാംശം. ഒരു ഗ്ലാസ്സിൽ ജൈവ വൈവിധ്യോദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറയ്ക്കുക. ഇതിലേക്ക് ജലമൊഴിച്ച് നന്നായി ഇളക്കുക. എന്താണ് കാണാൻ കഴിയുന്നത്? മണ്ണിനുള്ളിൽ നിന്ന് ചെറിയ ചെറിയ ഇലകളുടെ അംശവും അതുപോലെ തന്നെ കമ്പ് കഷ്ണങ്ങളുടെ അംശവുമെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ മണ്ണ് നല്ല പശമയുള്ള മണ്ണാവുകയും ചെയ്യുന്നു. ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. നിങ്ങളുടെ വീട്ടുപരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള മണ്ണുള്ളത്? എൻ്റെ വീട്ടുപരിസരത്തിൽ പൂന്തോട്ടത്തിലാണ് ഉള്ളത്. നിങ്ങളുടേത് എവിടെയാണെന്ന് കണ്ടെത്തുക. ഇനി ഈ ചിത്രം നോക്കിക്കേ. ഇവിടെ കളിമണ്ണ് കൊണ്ട് നിരവധി രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരച്ഛനെയും മകനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ? മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാവൂ. അപ്പോൾ മക്കളെ, മണ്ണിനെ കൊണ്ട് സസ്യങ്ങൾക്കും നമ്മൾ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം ഒരുപാട് ഉപകാരങ്ങളുണ്ടെന്ന് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യം 1. ആശയപടം പൂർത്തിയാക്കുക. മണ്ണിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? മണ്ണിൽ വെള്ളമുണ്ട്, ലവണങ്ങളുണ്ട്, ജൈവാംശമുണ്ട്, അതുപോലെ ജീവികൾ, ചില ജന്തുക്കളുണ്ട് അല്ലേ? പിന്നെ മണ്ണിലെ ജീവികൾ ഏതൊക്കെയാണ്? കുഴിയാന, മണ്ണിര, പഴുതാര, ഇതെല്ലാം മണ്ണിലെ ജീവികളാണ്. ഇനി ജലത്തിൻ്റെ ഉപയോഗം. ജലം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കുടിക്കാൻ, കുളിക്കാൻ, കൃഷിക്ക്, ഫാക്ടറി ആവശ്യങ്ങൾക്ക് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? കിണർ, കുളം, പുഴ, കടൽ, അരുവി, തടാകം തുടങ്ങിയവയെല്ലാം ജലസ്രോതസ്സുകളാണ്. ചോദ്യം 2. കുട്ടനും കൂട്ടുകാരും കളിക്കാനായി നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായികളുടെ കവറുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ നദിയിലെ മീൻ അവരോട് പറഞ്ഞു,
നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? തീർച്ചയായും യോജിക്കുന്നുണ്ട്. നമ്മൾ വീടുകളിൽ താമസിക്കുന്നത് പോലെ തന്നെയാണ് ജലജീവികൾ നദികളിലും കുളങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലും താമസിക്കുന്നത്. അവരുടെ വാസസ്ഥലം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ആ ജലമാണ്. ആ ജലം മലിനമാക്കുന്നത് പ്രകൃതിക്ക് തന്നെ ദോഷകരമായി ബാധിക്കും. പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും നദികളിലേക്ക് വലിച്ചെറിയുന്നതുകൊണ്ട് വലിയൊരു ഭീഷണിയാണ് ജലജീവികൾ നേരിടുന്നത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റ് മാലിന്യങ്ങളും നദികളിലേക്ക് തള്ളാതെ കൃത്യമായി സംസ്കരിക്കുക. ഫാക്ടറി മാലിന്യങ്ങൾ നദികളിലേക്ക് ഒഴുക്കിക്കളയാതിരിക്കുക. കന്നുകാലികളെ നദീതീരങ്ങളിൽ വച്ച് കുളിപ്പിക്കാതിരിക്കുക. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനെപ്പറ്റി നാട്ടുകാർക്ക് നല്ല ബോധവൽക്കരണ ക്ലാസുകൾ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ പാഠമായ ജലവും മണ്ണും എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. മൂന്നാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്